തീയതി ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ എന്താണ്? 11 തീയതി ഉംറ ബസ്സിന് പോകുന്ന ഒരു അപ്ഡേഷൻ എന്താണ്? ഇപ്പോൾ എത്ര സീറ്റ്? 11 ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനി 2 സീറ്റുള്ളൂ ബാക്കി. ഇനി May I come in? യെസ് കമ്മിങ്. എൻ്റെ ഒരു ഫ്രണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുബായ് വിസിറ്റീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എമർജൻസി കേസായിട്ട് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നാട്ടിലെ ട്രാവൽ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും യു എയിൽ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അതായത് കറക്റ്റായിട്ട്, അതായത് ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതായത് വരുന്ന ആൾ എന്തായാലും ഒരു ഹോട്ടൽ വൗച്ചർ, കറക്റ്റായിട്ടുള്ള ഹോട്ടൽ വൗച്ചർ ഉണ്ടായിരിക്കണം, റിട്ടേൺ ടിക്കറ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ഇഷ്ടംപോലെ എടുത്തു കൊടുത്തില്ലേ ജംഷിയല്ലേ കാര്യങ്ങൾ? അതിന്റെ കോണ്ടന്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ അത്. ഒരുപാട് നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞല്ലോ. ഓക്കെ ഓക്കെ. നമുക്ക് ഷാർജ വിസ തന്നെ കൊടുക്കാം. 1030 ദിർഹംസ് പിന്നെ ഡെപ്പോസിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന. 1030 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ചിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വരുന്ന ആൾ ലീഗലായിരിക്കണം. അവർക്ക് എന്തായിരിക്കണം, ഒരു സ്കാൻ കറക്റ്റായിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം 88,000 ദിർഹംസ്, അത് 1,00,000 ദിർഹംസ് വേണം അല്ലേ ബാങ്ക് അക്കൗണ്ടിൽ? അതെ അതെ, INR. ഓക്കെ, സോറി. അപ്പം 1,00,000 ഇന്ത്യൻ റുപ്പീസ് ഒരു ബാങ്കിൽ ഷോ കാണിച്ചു കൊടുക്കണം. അവിടുത്തെ എയർപോർട്ടിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷോ ചെയ്ത് കൊടുക്കണം. അതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ ഇതില്ലെങ്കിൽ, ഏത് ഹോട്ടൽ ബുക്കിംഗ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ നിങ്ങളെ സുഹൃത്തിൻ്റെ ടെൻഡൻസി കോൺട്രാക്റ്റ് ഹാജരാക്കിയാൽ മതി. അത് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതും റിട്ടേൺ ടിക്കറ്റും, വരുന്ന ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഒരു ദുബായിനെ സംബന്ധിച്ചിടത്തോളം, യു എനെ സംബന്ധിച്ചിടത്തോളം ഒരു വിസിറ്ററിനെയും ഇതുവരെയായിട്ട് നിർത്തി വെച്ചിട്ടില്ല. ഇത് ആളുകൾ വെറുതെ പറയണതാണ്. കറക്റ്റായിട്ടും ലീഗലായിട്ടും നിങ്ങൾക്ക് ദുബായ് സന്ദർശിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദുബായിലേക്ക് വരാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെ ഏജൻസികളെ യു എ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വരിക. നിങ്ങളെ സുഹൃത്തിനോട് എത്രയും പെട്ടെന്ന് ഞങ്ങളടുത്ത് ഡോക്യുമെൻറ്റ് എന്തൊക്കെ വേണം, ഡോക്യുമെൻറ്റ് മെയിനായിട്ട് വേണ്ടത് പാസ്പോർട്ട് കോപ്പി 2 പേജ്, ഫസ്റ്റും ഫ്രണ്ട് പേജും ബാക്ക് പേജും വേണം. ഒരു ഫോട്ടോ വേണം. ഈ ഫോട്ടോവും പിന്നെ ടെൻഡൻസിയാണ് തരുന്നതെങ്കിൽ ഒരു ഒറിജിനൽ ടെൻഡൻസി കോപ്പി, വരാനുള്ള എയർ ടിക്കറ്റ്. ഈ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ വിസ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ സൂക്ഷിക്കണം? ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി അവിടെ എടുത്ത് കയ്യിൽ വെക്കാൻ പറയും. എൻ്റെ ടെൻഡൻസി കോൺട്രാക്റ്റിൻ്റെയും ഇവിടെ ഒരു സുഹൃത്ത് ആരാണെന്ന് വെച്ചാൽ ഒരു എമറേറ്റ്സ് ഐഡിയും, വ്യക്തമായ എമറേറ്റ്സ് ഐഡിയും 2 ഭാഗവും എടുത്തിട്ട് കയ്യിൽ വെക്കാൻ പറയും. ഇത്ര ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും യു എയിലേക്ക് വരാം. യു എ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇപ്പോൾ യു എ നാഷണൽ ഡേ കഴിഞ്ഞ് ന്യൂ ഇയർ ഇവിടെ വെച്ചിട്ട് ആഘോഷിക്കാൻ പറയും ഉഷാറായിട്ട്. അതാണ് നമ്മൾ അവരെ വെൽക്കം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാം.